ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അഭിപ്രായം അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടോ? എതിരഭിപ്രായം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്തുണയ്ക്കുന്നു സാർ. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ക്ഷമില്ലായികയോ? ക്ഷമില്ലായിക ഉണ്ടോണ്ട് തീർച്ചയായിട്ടും അത് മാത്രല്ലേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇത് ഒരു ചെറിയ കാര്യമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചൊരു കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഓർ ടെക്നിക്കൽ മാത്രമല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം, അതിൻ്റെയൊക്കെ മുകളിൽ കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരേ ടോപ്പിക്ക് തന്നെ നമ്മൾ പല ആളുകളുടെ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പല വിധത്തിൽ അല്ലെങ്കിൽ പല ആളുകളുടെ കൊട്ടേഷനായിട്ട് നമ്മൾ എടുത്തുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, അതേ കാര്യം തന്നെയാണ് ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സിസ്റ്റമാണ്. എവിടുന്ന്? ക്ഷമയില്ലാത്തവനിൽ നിന്ന് ക്ഷമ ഉള്ളവനിലേക്ക് പൈസ പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് കൃത്യമായി അറിയാവുന്ന കാര്യം കൂടിയാണ്. വാരൻ ബഫറ്റ് പറഞ്ഞാണ്. എനിവേ, ഇന്നൊരു ഹാപ്പി ലേണിംഗ് ഡേ ആയിരിക്കുന്നു എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയാണ് കൊട്ടേഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോവാം. പ്രീ മാർക്കറ്റ് അനാലിസിസ് ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കൈബന്ധിച്ച് ആരൊക്കെയെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ചാട്ടി പോയി എൻ്റെ ഇടയ്ക്ക്. കുറേ ആളുകൾ 13 പേര് കണ്ടിട്ടുണ്ട്, 14 പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയുന്നു, 30 പേരിൽ ബാക്കിയുള്ള ആളുകളോട് ചോദിക്കേണ്ട ഒരു കാര്യം ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൻസർ ചോദിക്കുന്ന സമയത്ത് പലരും പറയാറില്ല. പ്രീ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ഇമ്പോർട്ടൻസിൽ തന്നെ ഇന്ന് പറഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സാർ ഇപ്പൊ സംഭവിക്കുന്നു തോന്നുന്നു. ആ തിരിച്ചു കയറി പോകുന്നു പറഞ്ഞത് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട്. കറക്റ്റ് ഏരിയ തന്നെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ സാർ, അതെ സാർ. ഒന്നാമത്. പിന്നെ അപ്പോൾ ഞാൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത്, ഒരുപക്ഷെ നിങ്ങൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞത്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ നമുക്ക് ബൈ നോക്കാമെന്ന് പറഞ്ഞത്. സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പറഞ്ഞിരുന്നോ? അത് മുകളിലോട്ട് പോയിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ നിന്ന് നമുക്കൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്ത് റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി മുതൽ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയിൽ പലവട്ടം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ്. എന്ത് റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത് അവിടെ? വിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. പ്ലസ് എന്ത് സംഭവിച്ചിട്ടുണ്ട് അവിടെ? വിക്ക് റിജക്ഷൻ പ്ലസ് ട്രെൻഡ് മാറിൽ പോട്ടെ, വേറെ എന്താ സംഭവിച്ചിട്ടുണ്ട്? വിക്ക് റിജക്ഷൻ്റെയോടൊപ്പം തന്നെ ഒന്നും കിട്ടിയിട്ടില്ല. എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്കൊരു എൻഗൾഫിങ് കിട്ടിയിട്ടില്ലേ? നല്ലൊരു എൻഗൾഫിങ് കിട്ടിയിട്ടില്ലേ? ഇവിടെ പലരും ചോദിക്കാറുണ്ട്, എൻട്രി പോയിന്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻട്രി എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻട്രി എടുക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എന്നോട് സംസാരിച്ച ആൾ അജിത്തിനായിരുന്നോ? ഹരിയാണ് സംസാരിച്ചത്. ഹരി കിട്ടിയോ? ഒരു സോണിൽ നിന്ന് എന്ത് കിട്ടി? ഒരു സോണിൽ നിന്ന് വിക്ക് റിജക്ഷൻ കിട്ടി. സോൺ എന്ന് പറഞ്ഞ എന്താണ്? അതൊരു എന്ത് ഏരിയ ആയിരുന്നു? സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വിക്ക് റിജക്ഷൻ കിട്ടി. പ്ലസ് എന്ത് കിട്ടി? ഒരു എൻഗൾഫിംഗ് കൂടിയും കിട്ടി. ക്ലിയർ അല്ലേ? കൺഫേം ആയില്ലേ? ഒരു മെത്തേഡാണ് കേട്ടോ അത്. ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നു അനാലിസിസിന്റെ സമയത്ത്. താഴോട്ടേക്ക് നോക്കൂ, പറഞ്ഞ ഏരിയയിൽ. അല്ലേ? മനസ്സിലായല്ലോ? എൻ്റെ എൻട്രി ക്രൈറ്റീരിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത്ര കാലം പറയാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എൻ്റെ എൻട്രി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഇനി ആ ഏരിയ കണ്ടുപിടിക്കലാണ് നമ്മുടെ കഴിവ്. ഏത് ഏരിയയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുന്നുള്ള ഏരിയ ഞാനിന്ന് കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഏരിയയിൽ നിന്ന് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ഡീപ്പ് പുൾ ബാക്കിലേക്ക് വന്നിട്ട് ഒരു കയറി പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അല്ലേ? സംഭവിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. വീണ്ടും എനിക്ക് തോന്നുന്നു 2000 ഇപ്പം നമ്മുടെ ഒരു ഹയർ എന്ന് പറയുന്നത് 2510 ആണ്. അതിനും ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ മാർക്കറ്റ് വരുന്നോട്ട് വരട്ടെ. ഇന്ന് അനാലിസിസിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അവിടുന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ട്രേഡ് പ്ലേസ് ചെയ്താൽ തന്നെ അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നുള്ളൂ. വലിയൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം അതെങ്ങനെ പ്രോഫിറ്റ് എവിടെ വെച്ച് ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്തായി തന്നിട്ടുണ്ട്, കൃത്യമായിട്ടൊരു
ഇൻഡിക്കേഷനും തന്നിട്ടുണ്ടായിരുന്നു. ഒരു വിക്ക് റിജക്ഷൻ പ്ലസ് ഒരു എൻഗൾഫിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോണിലേക്ക് പിന്നെ നമ്മൾ കാര്യമായിട്ട് നോക്കാണ്ടിരിക്കും. ഇതൊരു മെത്തേഡാണ്. ഇതുപോലെ തന്നെ പല മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് താഴെ നോക്കിയാൽ കാണാം അല്ലേ? താഴെ ഇപ്പോൾ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിവേ ഏറെക്കുറെ ഈ ഒരു അനാലിസിസ്, ഇന്നത്തെ മോർണിംഗ് അനാലിസിസ് ഏറെക്കുറെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിലാർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ല, ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം, എന്നും ചോദിക്കുന്ന കാര്യം വീണ്ടും ചോദിക്കുന്നു, ഒരു മാനിപ്പുലേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല സാർ, നമ്മള് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇതിലപ്പുറം ഒന്നും പറയാനില്ല. അവരെ ചിലപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഇതിൽ തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാനിൽ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ബുള്ളിഷ് ക്യാനിൽ വന്ന് മുകളിലോട്ടൊരു എന്ത് കിട്ടിയില്ല, മുകളിലോട്ടൊരു വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും പലപ്പോഴും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് നിങ്ങളുടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി ഇറങ്ങി വരിക, അല്ലെങ്കിൽ SL അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഒരെണ്ണത്തുമ്പോൾ മാത്രം അവസാനിക്കില്ല, വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളത്. ആ ഒരു SL അടിച്ചു എന്ന് വിചാരിച്ചു, ഞാൻ ഉദാഹരണം പറയുന്നത്, കാരണം SL അടിക്കുന്നില്ല എനിക്കറിയാം, നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെച്ചിട്ട് SL ഒന്നും അടിക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. എന്ത്, നമ്മൾ അനാലിസിസ് ചെയ്ത കൃത്യം ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഒരു വലിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, അനാലിസിസിൻ്റെ ഏർലി മോർണിംഗിൽ അനാലിസിസ് നടത്തി, അതായത് പ്രീ മാർക്കറ്റ് അനാലിസിസിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു ഒരു മാനിപ്പുലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിൻ്റെ നിങ്ങൾ എടുത്ത ട്രേഡുകളുടെ ഡീറ്റെയിലേക്ക് പോകാം, ഡിസ്കൗണ്ടിലേക്ക് പോകാം. ഇന്ന് 19 ഇട്ടിരുന്ന ആഷിഖിൻ്റെ ആയിരുന്നു. ആഷിഖ് ഉണ്ടോ അവിടെ? വരിയുണ്ടോ? വരി സംസാരിക്കാൻ പറ്റുന്നതാണോ? അത് ട്രേഡ് എടുത്താണോ അത്? ഞാനിട്ടില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ലാസ്റ്റ് വെള്ളിയാഴ്ച ടുഡേ 2500 ടുഡേ 6 AM ഇട്ടിട്ടുണ്ടല്ലോ, ആഷിഖ് പരി ഇട്ടിട്ടുണ്ടല്ലോ. സോറി സാർ, ആള് പറഞ്ഞു. ആഷിഖ് പരീനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പരി ഉണ്ടോന്ന് വെച്ചാൽ 2 ആഷിഖ് ഉണ്ടല്ലോ. മറ്റേ ആഷിഖ് പരി ഇല്ല ഇവിടെ? ഇല്ല, ആഷിഖ് പരി ജോയിൻ ചെയ്ത പോലെ തോന്നിയത് ഇല്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പിന്നെ ആരാ? ഷബീർ ഗോൾഡ് സ്പോട്ട്. ഷബീറിനെ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 3 അവിടെ. ഓക്കെ ഷബീർ, അത് എനിക്കത് പെട്ടെന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവണില്ല. ഇത് എനിക്കത് നോക്കേണ്ടി വരും, കൃത്യമായിട്ടുള്ള മാർക്കറ്റിന് നോക്കേണ്ടി വരും കേട്ടോ. എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവണില്ല. 2498 2498 9698 നിന്ന് മുകളിലോട്ട് പോയി താഴോട്ടേക്ക് ഇറങ്ങി. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് എനിക്ക് തോന്നുന്നു ഷബീറിന് ഇത് പറ്റിയെന്ന് തോന്നുന്നുണ്ട്. എന്ത് പറ്റിയിരിക്കുന്നത്? SL അടിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് SL അടിക്കാൻ കാരണം, നിങ്ങൾ എപ്പോഴും നോക്കണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്താണ് 2500 ഏരിയ ആണ്. ഇന്ന് ഞാൻ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവ്, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? 2500 കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അറിവ്. കാരണം ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഷബീർ എടുത്ത് വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കും. നോക്കിയാൽ കാണാം 2500 റേഞ്ചിലാണ് വന്നിട്ട് അത് തിരിച്ചു കയറി പോയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഷബീർ, അത് നീ എന്താണ് അടുത്ത് നോക്കട്ടെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് പിക്ക് ചെയ്തില്ല അല്ലേ? ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷബീർ അടുത്ത് തന്നെ നല്ല രീതിയിൽ അത് തിരിച്ചെടുത്തിട്ടുണ്ട്. 1 2 3 നല്ല രീതിയിൽ തന്നെ അടുത്ത് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഷബീർ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഷബീറിന്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളിൽ ഇത്തിരി വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നോക്കാൻ ഒരു സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, ജോലി തിരക്കും അതുപോലെ തന്നെ ജോലിയുടെ പ്രശ്നമായിരിക്കാം അതിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോൾ സമയത്ത് ഷബീർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം, മാർക്ക് ചെയ്തിട്ട് എടുത്തോളൂ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. മാർക്ക് ചെയ്യണം കേട്ടോ, എല്ലായ്പ്പോഴും മാർക്ക് ചെയ്തോളൂ കേട്ടോ. ചെയ്യുന്ന സമയത്ത് ഷബീറിനോട് മാർക്ക് ചെയ്തോളൂ.
കേട്ടെന്ന് ഇതിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? കൃത്യമായിട്ട് കണ്ടല്ലോ. ഇവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട്, അടുത്തെന്താ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, പിന്നെന്താ മാർക്കറ്റ് താഴെ അതിലേക്ക് ഇറങ്ങി വന്നു, അവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ടച്ച് കിട്ടി, ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും കൂടി? ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കൂടിയാണ് കേട്ടോ. പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരേ കാര്യം തന്നെയാണ് മിക്ക ആളുകളും ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് ഉണ്ടോ അവിടെ? ഉണ്ട് സാർ. അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അഭിജിത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന്റെ കാര്യം. ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങി പോകുന്നത് ഈ ഏരിയയിൽ നിന്നാണ് അല്ലേ? ഈ ഏരിയയിൽ നിന്നാണ് ഇറങ്ങി പോകുന്നിട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടെ വന്ന് താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് ഇല്ലേ? ഇതുണ്ടല്ലോ, ഈ ഏരിയ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? 1, 2 2 തവണ ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 തവണ വന്നിട്ടുണ്ട്. 1, 2 തവണ വന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ തവണ ഞാൻ നോക്കുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. 2 തവണ വന്നു, ആ ഏരിയയിൽ വന്നു. പിന്നെ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിക്കാം. ഈ ഒരു ക്യാൻഡിൽ എന്തായിരുന്നു? റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. ആയിരുന്നല്ലേ? വലിയൊരു റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. അപ്പോൾ 1 മിനിറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വലിയൊരു റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. ഇപ്പൊ ഞാൻ 50 മിനിറ്റ്സിൽ ഞാൻ നേരത്തെ കാണിച്ചത് ഇവിടെ നിന്നായിരുന്നു. എന്ത് സംഭവിച്ചിട്ടുണ്ട്? ക്യാൻഡിൽ അവിടെ നിന്ന് റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്, ക്യാൻഡിൽ റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ക്യാൻഡിൽസ് ഒന്നും കാണാത്തതിന്റെ പ്രശ്നമാണത്. ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡിൽസുകൾ പഠിപ്പിച്ചെന്നല്ലേ? അല്ലെങ്കിൽ റിവേഴ്സൽ ക്യാൻഡിൽസ്, അതായത് ഇമ്പോർട്ടന്റ് ക്യാൻഡിൽസുകൾ ഉണ്ടല്ലോ, നോക്കിയിരുന്നോ? ഇമ്പോർട്ടന്റ് ക്യാൻഡിൽസ് പോയി നോക്കുക, 50 മിനിറ്റ്സിൽ പോയി നോക്കുക. അവിടുന്ന് അതാണ് പറഞ്ഞത് സോൺ റിജക്ഷൻ കിട്ടി. സോൺ റിജക്ഷൻ മീൻസ് ഏരിയ റിജക്ഷൻ കിട്ടി. ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടി, പ്ലസ് എന്തുണ്ടായിരുന്നു അവിടെ? ഒരു എൻഗൾഫിംഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും. അതിന് കണ്ടിന്യൂഷൻ അതെന്താണ്? അത് റിവേഴ്സൽ ക്യാൻഡിൽസ് ആണ്. റിവേഴ്സൽ ക്യാൻഡിലാണ് ആ പറഞ്ഞ കാര്യം കേട്ടോ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, റിവേഴ്സൽ ക്യാൻഡിലാണ്. നമ്മളത് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് തന്നെ കേൾക്കുന്നു. റിവേഴ്സൽ ക്യാൻഡിലാണ് അത്. റിവേഴ്സൽ സംഭവിച്ചു. അതെന്താ? നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് വലിയൊരു സപ്പോർട്ട് ഏരിയ, അതായത് നമുക്ക് അവിടെ താഴത്തുനിന്ന് റിവേഴ്സൽ കിട്ടാനുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഈ ക്യാൻഡിൽസ് ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യാൻഡിൽസ് പ്ലസ് ഏരിയ, ക്യാൻഡിൽസ് മാത്രമല്ല ഏത് ഏരിയയിൽ നിന്ന് നിന്ന് വരുന്നു എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാൻഡിൽസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഏത് ഏരിയയിൽ നിന്ന് വരുന്നുള്ളത് മാർക്ക് ചെയ്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? വീഡിയോസിലില്ല ഇത്? ഏരിയയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഒരു എൻഗൾഫിംഗ് വരുന്ന ഏരിയ ഏതാണെന്ന് മാർക്ക് ചെയ്യണം. നിങ്ങൾ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഏരിയ, പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണെന്നുള്ള മാർക്ക് ചെയ്യണം. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ഏരിയ എത്ര മൾട്ടിപ്പിൾ ലെവൽ വന്നിട്ട് ടച്ച് ചെയ്യുന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ചൊരു ഒരാഴ്ച മുന്നേ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടി പറയുന്നത്, നോക്കണത് ഇമ്പോർട്ടൻ്റ് ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതിനാണ് ഞാൻ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വന്ന് ഇങ്ങനെയുള്ള ക്യാൻഡിൽസ്, ഞാൻ 3 ക്യാൻഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ക്യാൻഡിൽ പാറ്റേൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്യാൻഡിൽ പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടോ, എന്നിട്ട് അത് എവിടം വരെ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയൊരു റണ്ണ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അത് ബാക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ എൻട്രി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള എൻട്രി മെത്തേഡ് എടുക്കുന്നത്. എല്ലാവരോടും കൂടി പറയുന്നത്, പലരും എന്നോട് ചോദിച്ചതിൻ്റെ ഒരു കാര്യം ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ പറയുന്നത്, ഇനി ഞാൻ എൻ്റെ എൻട്രി മെത്തേഡ് പറഞ്ഞെന്നില്ല എന്ന് വിചാരിക്കും, പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞു തന്നത് അതേ ഒരു എൻട്രി മെത്തേഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്ന. വൺ ഓഫ് ദി എൻട്രി മെത്തേഡിൽ പെട്ടതാണ് അത് കേട്ടോ. സന്ദീപ്, അത് തന്നെയാണ് സന്ദീപിന് സംഭവിച്ചിരിക്കുന്നത്. സന്ദീപ് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അഭിജിത്ത് നോക്കുക കേട്ടോ. കണ്ടോ അഭിജിത്ത്? കണ്ടില്ലേ? എൻഗൾഫിംഗ് വന്നു, റിവേഴ്സിൽ വന്നു, എൻഗൾഫിംഗ് വന്നു, മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തത് ഇതാണ്, സപ്പോർട്ട് ഏതാണ്? ഇതാണ് അല്ലേ? ഏറ്റവും തൊട്ടടുത്ത സപ്പോർട്ട് എന്താണ്? മിനിമം അത് ഇവിടെ വരെയെങ്കിലും വരും. തൊട്ടടുത്ത് ഇതെന്താ? റെസിസ്റ്റൻസിൽ നിന്ന് വരാണ്. ഏറ്റവും മിനിമം എവിടെയെങ്കിലും വരും. അപ്പോൾ നല്ലൊരു റിജക്ഷൻ വന്നതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഇതിന്റെ താഴേക്ക്, ഡെഫിനറ്റ്ലി ഇതിന്റെ താഴെയുടെ ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു ട്രേഡ് എന്തായി? ഈ ട്രേഡ് എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടത് അല്ലേ? പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ശരിയാണെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. പറഞ്ഞിട്ടില്ലേ ഇത്? ആരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്.
പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഷമ്മാസ് ഉണ്ടോ അവിടെ? എവിടെ ന്യൂസ് ഇമ്പാക്റ്റ് ഒക്കെ എസ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് എന്ത് ന്യൂസ് ഉണ്ടായിരുന്നു? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഷമ്മാസ് വരച്ച് വെച്ചിരിക്കുന്നത്, ഷമ്മാസ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആരും നോട്ട് ചെയ്തിട്ടില്ല. അഷ്റഫ് ഉണ്ടോ അവിടെ? അഷ്റഫ് ഉണ്ടോ? അഷ്റഫ് ഇല്ല എന്നുള്ളത്. അഷ്റഫ് ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല അന്തസ്സായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് താഴത്തേക്ക്. Sorry, not news impact. I didn't check the major resistance support reaction happened in the second hours. സജിത്ത് ലാൽ, സജിത്ത് ഉണ്ടോ അവിടെ ഇല്ലേ? നമ്മളിവിടെ പഠിപ്പിക്കുന്നതേ സംസിയോ ICT അല്ല. 1 ഹവറിന്റെ ഇംബാലൻസ്, 50 മിനിറ്റ്സിന്റെ ഇംബാലൻസ് നോട്ട് ചെയ്യുന്നോട്ടൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംബാലൻസുകൾ, എല്ലാ ഇംബാലൻസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇതടിച്ചിട്ടുണ്ടല്ലോ, പ്രോഫിറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയില്ലേ? താഴത്തേക്ക് ഇറങ്ങിയില്ലേ? ഇത് താഴത്തേക്ക് ഇറങ്ങി. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ കാണാം, ഇതൊരു റീടെസ്റ്റ് ആയിരിക്കും. ഏത്? ഇതൊരു റീടെസ്റ്റ് ആയിരിക്കും. ആണോ? നോക്കിയിരുന്നോ? റീടെസ്റ്റ് ആയിരിക്കണം. ഈ ഒരു റീടെസ്റ്റ് ആയിരിക്കണം താഴോട്ട് വന്നത്. പിന്നെ ഈ ട്രെൻഡ് ലൈന് എത്ര ഡിഗ്രി ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുക. ട്രെൻഡ് ലൈന് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കുക. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യമുണ്ട്. എന്താണ്? ഇതിൽ രണ്ടാമത്തെ ടച്ച് എവിടെയാണ് വരുന്നത്? രണ്ടാമത്തെ ടച്ച് ഏതാണ്? ഞാൻ അത് അങ്ങോട്ടൊന്നും പോകണ്ട. അതിൽ രണ്ടാമത്തെ ടച്ച് ഏതാണ് നോക്കി. ഇതാണ് രണ്ടാമത്തെ ടച്ച്. ഇതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഷിഫ്റ്റ് ആവുന്ന, ഹൈ ഷിഫ്റ്റ് ആവുന്ന ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ മാർക്കറ്റ് ഇതിൽ? ക്ലിയർ ആവണല്ലേ സജിത്ത്? ഒട്ടും ക്ലിയർ ആവണല്ലേ സജിത്ത്? റേഞ്ച് ഇല്ലാത്ത ഏരിയയിലാണ് നിൽക്കുന്നത്. ഒന്നും ക്ലിയർ ആവണില്ല സജിത്ത്, ഒന്നും ക്ലിയർ ആവണില്ല. റേഞ്ച് ഇല്ലാത്ത ഏരിയയിലാണ്, ഒന്നും ക്ലിയർ ആവണില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സജിത്ത്, ഇതല്ല. കാരണം എന്താണ്? ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇതാണ് രണ്ടാമത്തെ ടച്ച് വരുന്നത്. ഇതാണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണിത്? ഇതെന്താണ്? ഇതോടെ വിക്കാണ്. ആ വിക്കിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതല്ല ഹയർ ഹൈ, ഇതാണ് ഹയർ ഹൈ. വിക്കിനെ നമ്മൾ കൂട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്കിന്റെ മുകളിലുള്ള ഇതിനാണ് ഹയർ ഹൈ ആയിട്ട് നിൽക്കുക കേട്ടോ. ക്ലിയർ ആയോ? ഈ വിക്കിന് കൂട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു വിക്ക് വന്നിട്ട് ഇവിടുന്ന് പോകുന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ വിക്കിന് കൂട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിൽക്കുന്ന ക്യാൻഡിലിനല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു വിക്കിനെ കൂട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് റിജക്ഷൻ തന്നു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ക്ലോസ് ആയി. ഈ വിക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് റിജക്ഷൻ ആണ്. എല്ലാവർക്കും അറിയാലോ, പ്രൈസ് റിജക്ഷൻ ആണ്. ഏത് വിക്കാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വിക്ക് എന്താണ്? പ്രൈസ് റിജക്ഷൻ ആണ്. അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കണം, ക്ലോസ് ആവണം. അപ്പൊ അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ ഹൈ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഹൈ. അപ്പോൾ ഇതിന്റെ ഇതായിരിക്കണം രണ്ടാമത് വരുന്നത്. ഇതിന്റെ റീടെസ്റ്റ് ആണ്, മറ്റേ ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന റീടെസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഇതൊക്കെ വരച്ചെന്ന് വെച്ചാൽ ഭയങ്കര വരയണത്. ഓക്കെ, ലോ ഇതാണ് വരേണ്ടത്. ഏത്? ലോവർ ലോഡ് വിക്കാണ് വരേണ്ടത്. ഇത് വരച്ചിരിക്കുന്ന നോക്കിയേ, ഇതിൽ ഒപ്പിക്കൽ വര പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് വരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും. ഇതൊരു ഒപ്പിക്കൽ വരയാണത്. ഇത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സെക്കൻഡ് പോയിന്റ് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒപ്പിക്കൽ വരയാണ്. ആക്ച്വലി ഇതിന്റെ ലോയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ലേ? ഈ ഒരു ട്രേഡ് ഫെയിലർ ആവില്ല. കറക്റ്റ് ഈ ലോവർ ലോഡ് വിക്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ട്രേഡ് ഫെയിലർ ആവും. കാരണം എന്താ? ആ ലോവർ ലോഡ് വിക്കിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു വിക്കിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. മിസ്റ്റേക്ക് വന്നു. വൈശാഖൻ TP അടിച്ചിട്ടുണ്ട്, ഞാൻ പിക്ക് ചെയ്യുന്നില്ല. വൈശാഖൻ സ്ഥിരം TP എടുക്കുന്നുണ്ട്, പിക്ക് ചെയ്യുന്നില്ല. ഷബീർ വീണ്ടും TP അടിച്ചിട്ടുണ്ട്. ജിതിൻ ഞാൻ ഓയിലിന്റെ ചാർട്ടൊന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി ജിതിനെ? ഞാൻ ഓയിലിന്റെ ചാർട്ടൊന്നും നോക്കിയില്ല. എന്ത് മനസ്സിലായി ജിതിന്? അത് ഇത് നേരത്തെ എന്നോട് സംസാരിച്ച ആളാണല്ലോ, പോയോ? ഇതും ഓയിലിന്റെ നോക്കിയാൽ കാണാം. വേറെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്ലിയർ റിജക്ഷൻ അല്ലേ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഞാൻ ജിതിനോട് തന്നെ, അതോ ഹരികൃഷ്ണനോ ആരോടെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് പ്ലസ് എന്ത് കിട്ടിയിട്ടുണ്ട്? നല്ലൊരു ക്യാൻഡിലും വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ചാർട്ട് നോക്കിയില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി വലിയ നമ്മൾ ചാർട്ട് മൊത്തം അനാലിസിസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരിക്കാം.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഇത് പിക്ചർ കണ്ട സമയത്താണ്, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് കണ്ട സമയത്താണ് ഞാനിത് പറഞ്ഞത്. ക്ലിയർ ആയിട്ട് അവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അങ്ങനെ റിജക്ഷൻ വരുന്ന സമയത്ത് അവോയ്ഡ് ചെയ്ത് വിടുക കേട്ടോ. എല്ലാവരോടും കൂടെ പറയുന്നത് അവോയ്ഡ് ചെയ്ത് വിടുക. പ്രത്യേകിച്ചും കണ്ടില്ലേ അവിടുന്ന് വേണ്ട വീഴ്ച കണ്ടോ, റിജക്ഷൻ വന്നിട്ട് വലിയൊരു വീഴ്ചയെന്ന് വന്നില്ല. അതിലേക്ക് തൽക്കാലം ഇപ്പോൾ പോകണ്ട, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിലേക്ക് തൽക്കാലം പോകണ്ട, പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്, അല്ലാണ്ട് പറഞ്ഞുതരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഇത്രയാണ് ട്രേഡ് സ്നാപ്സ് ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ഡൗട്ടിൽ ആരൊക്കെ ഇട്ടുണ്ടായിരുന്നു നോക്കാം. ഡൗട്ടിൽ ജോഫിൻ ഇട്ടുണ്ടായിരുന്നു ഒരെണ്ണം. ജോഫിൻ എനിക്ക് ജോഫിൻ ഇത് ഇട്ടിരിക്കുന്നത് എക്സനസിന്റെ ചാർട്ടാണ് അല്ലേ ജോഫിൻ? അതെ സാറേ. ഞാൻ ആദ്യം പിക്ക് ചെയ്യാം കേട്ടോ. അതിന്റെ പ്രശ്നങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ എക്സനസിന്റെ ചാർട്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ ആക്യുറസി കിട്ടുക അതിലായിരിക്കും. ഞാൻ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അനാലിസിസ് കൂടെ ചെയ്തിട്ട് അത് നിങ്ങൾ വരച്ച് വെച്ച് കറക്റ്റായ ഏരിയയിൽ എത്തുന്നു. ഇവിടെ ഒരു പ്രശ്നം തോന്നില്ല ജോഫി, കണ്ടോ ഇത് ആകെപ്പാടെ നമ്മൾ സ്കൂളിൽ പടവട്ട് കളിക്കുന്ന കേട്ടിട്ടുണ്ടോ? പടവട്ട് കളിച്ചിട്ടുണ്ടാവല്ലോ, കളിച്ചില്ലേ? അതേ അവസ്ഥയാണ് ചാർട്ടിലെ ഗ്രിഡുകളൊക്കെ എടുത്ത് കളയാ, ആ മഞ്ഞ കളറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഗ്രിഡ് എടുക്കണ ഞാൻ കൊറേ നോക്കി സാർ, അത് പോണില്ല. സെറ്റിംഗ്സിലുണ്ട് കേട്ടോ, സെറ്റിംഗ്സിലുണ്ട്. ഇതിന്റെ സെറ്റിംഗ്സിലുണ്ട്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്സ് മാറ്റിയിടുക, മഞ്ഞാന്ന് മാറ്റിയിട്ട് ബ്ലാക്കോ വൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലേക്ക് മാറ്റുക. അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നോക്കുമ്പോൾ തന്നെ നമുക്കൊന്നും അറിയില്ല. നമുക്കൊന്നും നോക്കുമ്പോൾ പറയാം. പിന്നെ ഇവിടെ വരച്ചിരിക്കുന്നത് നല്ല മിസ്റ്റേക്ക് ഉണ്ട്. വരച്ചിരിക്കുന്നതിൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ സെക്കൻഡ് പോയിന്റിലാണ് എൻട്രി വെച്ചിരിക്കുന്നത്. ട്രെൻഡ് ലൈനിന്റെ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് സെക്കൻഡ് പോയിന്റിലാണ് എൻട്രി വെച്ചിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റിലല്ല നമുക്ക് എൻട്രി വേണ്ടത്, തേർഡ് പോയിന്റിലാണ് വേണ്ടത്. പിന്നെ വരച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ അതിൽ പ്രോബ്ലം ഉണ്ട് അതിൽ. അപ്പൊ അത് ക്ലിയർ ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ചാർട്ട് ക്ലിയർ ആക്കണം. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കിയിട്ട് നാളെ ഒന്ന് ചെറിയ സെറ്റപ്പാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നാളേക്ക് അത് നല്ല ഇതാക്കുക, പെട്ടെന്ന് വിസിബിൾ ആവുന്ന, മനസ്സിലാവുന്ന രീതിയിൽ വെക്കുക. കാരണം ഇതിൽ എനിക്കിപ്പോ ഏതാണ് ക്യാൻഡിൽ റിജക്ഷൻ വന്നിരിക്കുന്നത്, ഏതാണ് ഒന്നും എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം എന്താണ്, മഞ്ഞയാണ് അല്ലെ. പിന്നെ അതിന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണം. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ പോയി മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇതിൽ മാർക്കറ്റ് സ്ട്രക്ചർ ക്ലിയർ അല്ല. പിന്നെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്, എന്താണെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഒരു പാത്ത് ടൂൾ എനിക്ക് മനസ്സിലായി, 2 ആരോ ടൂൾ ഞാൻ കണ്ടു, അതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആരോ ടൂൾ MSS മാർക്ക് ചെയ്താണ്. MSS അവിടെ MSS ഒന്നും ഇല്ലല്ലോ, ഇല്ല, മറ്റേ സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കണം. അത്രയും വലിയ ടൂളൊന്നും വെക്കാൻ പാടില്ല, ചെറിയ ടൂൾ നീളത്തിലൊന്ന് വരച്ചു അതിന് വരയ്ക്കാൻ പാടില്ല. MSS ഒന്നും അങ്ങനെ നീളത്തിൽ വരയ്ക്കാൻ പാടില്ല കേട്ടോ. നീളത്തിൽ വരയ്ക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത് കേട്ടോ, ഉപയോഗിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ചാർട്ട് ക്ലിയർ ആയിരിക്കണം. കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് 100 ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ 250 ഇൻഡിക്കേറ്റർ വെച്ചിട്ടൊന്നല്ല ട്രേഡ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള നല്ല ഫ്രഷ്, എന്താണ് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചാർട്ടായിരിക്കണം നിങ്ങൾക്കൊക്കെ കേട്ടോ. ഇനി ഡൗട്ടിന്റെ ഒരു ഇത് കണ്ടിരുന്നു ഞാൻ, അടുത്തെന്താന്ന് നോക്കട്ടെ. എൽദോ ഉണ്ടല്ലോ ഇവിടെ, എൽദോ ഇന്നലെ ഇട്ട ഒരു ഇതാണ്. എൽദോ ഉണ്ടോ? സംസാരിക്കാൻ പറ്റുമോ? ഡ്രൈവിംഗിലാണോ? ഡ്രൈവിംഗ് പോലെ തോന്നുന്നു. ഓക്കെ, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ എൽദോ നമുക്ക് ചോദിച്ചു വരുന്ന ഇതാണ്, ക്ലിയർ ആയോ? ഇത് ചോദിച്ചു വരുന്ന വെച്ചാൽ ഇന്റേണൽ ചോദിച്ചാണ് വരുന്നത്. ഇത് ഇന്റേണൽ ചോദിച്ചാണ് വരുന്നത് കേട്ടോ. നേച്ചർ ചോദിച്ചു വരണമെങ്കിൽ ഇതായിരിക്കണം. നോട്ട് ചെയ്യണം, ഇന്റേണൽ ചോദിച്ചാണ്, നേച്ചർ അല്ല, ഇന്റേണൽ ചോദിച്ചാണ്. ഇന്റേണൽ ചോദിച്ചു കിട്ടി. ഇന്റേണൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്ന ഏതാണ്? ഇതാണ് അല്ലെ? ഏതാണ് വരുന്നത്? ഇതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നത് ഇതാണ്. അതിന്റെ ലോ വരുന്ന ഏതാണ്? അതിന്റെ ലോ വരുന്നത് ഏതാണ്? ഇതാണ് വരുന്നത്. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും. കളർ ഞാൻ മാറ്റട്ടെ കേട്ടോ. എന്താണ് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, മനസ്സിലായോ? ഇതിന്റെ ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഒരു വരയാണോ ഇതിലേക്ക് ടച്ച് വരുന്നതാണ് നോക്കേണ്ടത് അല്ലെ? ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എടുക്കാം. നമ്മുടെ സ്ട്രാറ്റജി ഇത് എടുക്കാം. ഇത് എടുക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഇത് എന്താ വരുന്നത്, ആ ഒരു ഇത് കണ്ട ചെരിവ്, അത് വളരെ ലോ, സ്ലോപ്പ് കൂടുതലാണ്. ലോ എന്നല്ല, സ്ലോപ്പ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതാണ് വരച്ചത്. ഇതല്ല ആക്ച്വലി ചോദിച്ചത്, ഇതാണോ? ഓൾറെഡി നമുക്ക് ഇന്റർവ്യൂ ചോദിച്ചു കൂടെ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അടങ്ങിയൊക്കെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് എടുക്കുന്ന എനിക്ക് തോന്നുന്നു 5 മിനിറ്റ്സിനാണ് എടുത്തിരിക്കുന്നത് തോന്നുന്നത്. 5 മിനിറ്റ്സിൽ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മാർക്ക് ചെയ്തിടാം. പിന്നെ അടുത്തൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിടാം. പിന്നെ വരുന്നതിലാണ് എടുക്കാൻ പറ്റുള്ളൂ. തേർഡ് പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ് അല്ല. ഇതിനൊരിക്കലും എടുക്കാൻ പാടില്ല. അതിന് സിങ് വേണം. ഇവിടെ സിംഗിള്, ഇതില് സിങ് ഉണ്ടോ?
അത് നമ്മളെ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന സിങ് അത് സ്ട്രക്ചർ ബ്രേക്ക് ആയതിന്റെ ഉള്ളിലല്ല ഒരു ഇന്റേണൽ സിങ് വന്നേക്കുന്നത്. സിംഗ് വേണമെന്ന് സിംഗ് ഇല്ലല്ലോ, എവിടെ രണ്ട് ക്യാരല്ലോ നോക്കിയത് ഈക്വൽ അല്ലേ, ഈക്വൽ ലോയും ഈക്വൽ ഹൈ അല്ലേ, നോക്കിയേ ഇവിടെ നോക്കിയേ സിംഗ് സിംഗിളുടെ ഇത് ഓക്കെ. ഇതിലെങ്ങനെ സിംഗ് ആയിട്ട് സിംഗ് ആയിട്ട് ഫോം ചെയ്തില്ല ഫോം ചെയ്തില്ല നോക്കത് ഇതില് ഫോം ആയിട്ടുണ്ടോ നോക്കിയേ. എല്ലാ കാൻഡിഡേറ്റ്സും റിജക്ഷൻ ആണ്, ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. ലോ ഹൈ നോക്കിയേ അല്ലേ, നോക്കൂ കണ്ടോ, കണ്ടില്ലേ. അപ്പോ അതെന്താണ് ഈക്വൽ ആണത്, അതിന് സിംഗ് അല്ല അത്. ഈക്വൽ ഹൈ ഈക്വൽ ലോ ആണ്. ആണല്ലോ ക്ലോസ് ചെയ്തതിന്റെ കാര്യം, ക്ലോസ് ചെയ്തിന്റെ ഓപ്പണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞോ. മറ്റേത് എന്താ വിക്ക് റിജക്ഷൻ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂട്ടാത്തത്. അപ്പോ അത് സിംഗ് അല്ല. പിന്നെ ഇത് എടുക്കാം, എങ്ങനെ എടുക്കാൻ പറ്റും, ഇത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് 5 മിനിറ്റ്സിൽ നിന്ന് 1 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോഴും പ്രോബ്ലം നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കാം എന്താണ്. അപ്പൊ ഇതിനെ ഫസ്റ്റ് സിംഗ് ആയിട്ട് എടുക്കാം, ഇതിനെ സെക്കൻഡ് സിംഗ്. ഓൾറെഡി ഉണ്ടല്ലോ, നമുക്ക് മേജർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇന്റർവൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ എന്താണ് ഇവിടെ ഒരു മേജർ എന്ന് പറഞ്ഞാൽ ഈ മേജർ അല്ല, ഇതിന്റെ ഈ ലെഗിന്റെ മേജർ ബ്രേക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇന്റർവൽ. അപ്പൊ ഇത് രണ്ടെണ്ണമായി. ക്ലിയർ ആയോ? ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സിലായിട്ടില്ല, ചെറിയ ടൈം ഫ്രെയിമിലായിട്ടുണ്ട്. ഞാനിത് 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ 3 മിനിറ്റ്സിലോട്ടും കൂടെ നോക്കിയപ്പോ എനിക്ക് ചെറിയൊരു കൺഫർമേഷൻ ഉള്ള ചാർട്ട് ഇടണം ഗ്രൂപ്പിൽ കേട്ടോ. ഞാൻ 3 മിനിറ്റ്സിലാണ് ആക്ച്വലി 1 മിനിറ്റിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഞാൻ കിട്ടിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് വലിയ 1 മിനിറ്റില്. പക്ഷേ 1 മിനിറ്റില് ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ക്യാൻഡിൽസിനൊക്കെ ഭയങ്കര ഗ്യാപ്പ് കൂടുതലായി. 3 മിനിറ്റ്സിലുണ്ടാവും. 3 മിനിറ്റ്സിലാകുമ്പോ കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ 3 മിനിറ്റ്സിലാണ് നോക്കി. 1 മിനിറ്റ് തീരെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിന്റെ പ്രോബ്ലം മനസ്സിലായില്ലേ എന്താന്നുള്ളത്. കാരണം ഇത് 5 മിനിറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ട്രേഡ് ഇല്ല നമുക്ക്. പക്ഷെ 3 മിനിറ്റ്സിൽ ഉണ്ടായില്ല. 5 മിനിറ്റ്സിലല്ലായിരുന്നു, 3 മിനിറ്റ്സിലാണത്. 3 മിനിറ്റ്സിൽ ട്രേഡ് ഉണ്ട്. അപ്പൊ 3 മിനിറ്റ്സ് ആയിട്ട് ഇടും കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. അല്ല ഞാനത് സ്വിംഗ് ആയിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇട്ടത്. ഞാനപ്പോ അതാ ഒന്നോടെ നോക്കിയത് എന്താണ്, അപ്പൊ ഞാൻ ഇട്ടതിലുള്ള മിസ്റ്റേക്ക് ആണ് അത്, മിനിറ്റ് മാറിപ്പോയതാണ്. ഓക്കെ, എന്തായാലും മനസ്സിലായല്ലോ. എനിവേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്, ഇതിൽ വേറൊരു കാര്യം ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ഇന്റേണൽ ആണ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട പറഞ്ഞത്. ഇന്റേണൽ ആണ്. ഇന്റേണൽ ഏത് സമയത്ത് നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മേജർ റെസിസ്റ്റൻസ് ഏരിയയുടെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ എടുത്ത് വരുന്ന സമയത്ത് തന്നെ 50% മുകളിൽ തന്നെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ. കാരണം 50 മിനിറ്റ്സ് ഇതിന് മേളിൽ പോയിട്ട് പിന്നെ തിരിച്ച് ഇറങ്ങായത് അത്, പിന്നെ അവിടെ വരെ മേളിൽ കയറിയുള്ളൂ, പിന്നെ റിവേഴ്സ് പോകുന്നു അല്ലേ. എനിവേ പറഞ്ഞത് മനസ്സിലായല്ലോ. കാരണം ഇപ്പൊ മലത്തും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൂടുതലും ഇന്നലത്തെ ചാട്ടായിരുന്നു അല്ലേ. അപ്പോ അഭിഷേകം ഇവിടെ ഉണ്ടോ ഇല്ല എന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്, വേറെ ആരാ ഇല്ല. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി നമ്മൾ എന്താണ് അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഇന്നത്തെ